ഹലോ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ വളരെ പ്രത്യേകതയേറിയൊരു വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു കെടാ വെട്ടിന് പോവുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ കോഴികളൊക്കെ പള്ളികളിൽ ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരമ്പലത്തിൽ ആടിനെ എനിക്കറിയില്ല അങ്ങനത്തെ ഒരു വേർഡ് പറയാമോ എന്ന്, ഇപ്പം നമുക്ക് സമർപ്പിക്കുക എന്ന് പറയാം. കാരണം അവിടെ വെച്ച് തന്നെ ആടിനെ കൊടുത്തിട്ട് പിന്നെ അവിടെ വെച്ച് തന്നെ ആടിന്റെ പല പല വിഭവങ്ങളുണ്ടായിരുന്നു. മട്ടൻ ബിരിയാണി, അങ്ങനെയുള്ളതൊക്കെ കാവേരിയമ്മ സ്ഥലത്തിന്റെ പേരെന്നാ നോക്കുക. സ്ഥലത്തിന്റെ പേര് പോലും ഞങ്ങൾക്ക് നിരച്ചു അറിയില്ല. രാവിലെയാണ് ഡിസ്റ്റൻസ് നോക്കിയപ്പോഴാണ് 6 കിലോമീറ്റർ വെള്ളകോയിൽ. വെള്ളകോയിൽ നിന്ന് 6 കിലോമീറ്റർ. ചെന്നൈ പോകണം. വെള്ളകോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 6 കിലോമീറ്റർ. ഞങ്ങൾ ഓർത്തത് അരമണിക്കൂറൊക്കെയാണ് ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. പിന്നെ ഞങ്ങൾ മാപ്പിൽ നമ്മൾ ഡിസ്റ്റൻസ് നോക്കിയപ്പോഴാണ് 2 മണിക്കൂർ കാണുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 12 മണിയായി. ചിറ്റനെ പ്രഗ്നന്റ് ആണല്ലോ, പ്രഗ്നന്റ് ആയിരുന്നു. കൊച്ചിന്റെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ 12 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം ഇതോട്ട് എത്തിയിട്ടില്ല. അപ്പം അവിടെ നിന്ന് എല്ലാവരും വിളിക്കുന്നുണ്ട്, എന്താണ് എന്നൊക്കെ ചോദിച്ച്. ബാക്കി അപ്പം ഏകദേശം അവിടുത്തെ ഫംഗ്ഷനൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി ബാക്കിയുള്ള അവിടെ പോയിട്ട് കാണാം. അങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടോ. നല്ല വെയിൽ എന്ന് വെച്ചാൽ നല്ല വെയിലും ചൂടുമായിരുന്നു. ഞങ്ങൾ നല്ലതുപോലെ വൈകിയാണ് എത്തിയത്. ഞങ്ങൾ എത്തിയപ്പോഴും 2:30 കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ ഓർത്തത് അവിടെ എല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞെന്നാണ് ഓർത്തത്. പക്ഷെ അങ്ങനെയല്ല. കാരണം നമ്മൾ ആടിനെ അവിടെ വെച്ച് തന്നെ വൃത്തിയൊക്കെ ആക്കണമല്ലോ. വൃത്തിയൊക്കെ ആക്കിയിട്ടല്ലേ ഫുഡ് അവിടെ ചെന്നല്ലേ ഉണ്ടാക്കണം. അപ്പോൾ അതാറും ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ ചെന്നു ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഫുഡ് എല്ലാവർക്കും കൊടുത്തു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഈ വീഡിയോസ് എടുക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല. കാരണം എന്താ എനിക്കറിയത്തില്ല, എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാതെയാണോ. പക്ഷേ ഇതേ ഫോൺ കൊണ്ട് വേറെ ആരെങ്കിലുമൊക്കെ എടുത്ത് ഞാൻ വീഡിയോയ്ക്ക് ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും. ഞാൻ ക്യാമറയൊക്കെ തുടച്ചൊക്കെ ഇട്ട് നോക്കി, പക്ഷെ എന്നാലൊരു ക്ലാരിറ്റി ഇല്ല. കാരണം ഇതൊക്കെ നേരിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ അമ്പലമൊക്കെ കാണാൻ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും അത്ര ഭംഗിയില്ല. അപ്പം ഞാൻ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്ന് പിന്നെ നമ്മുടെ കസിൻസിനെ എല്ലാവരും പോയി കണ്ടു. ഇപ്പം ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാല് നല്ലതുപോലെ പൊള്ളണ്ടായിരുന്നു, കാരണം നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മനോമണി, അതായത് ചിറ്റയുടെ ഇളയ കുട്ടിയും കൂടിയാണ് അമ്പലത്തിൽ കയറുന്ന. എല്ലാവരും നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന അവിടത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് ഈ അമ്പലത്തിൻ്റെ തൊട്ട് പുറത്ത് തന്നെ ഈ ചെടിൻ്റെ പേര് ഞാൻ മറന്നു. ഇതിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് ഉണങ്ങിയത് നമ്മളിങ്ങനെ ഒരു പ്രത്യേക ശബ്ദം നമ്മളിങ്ങനെ കുലുക്കുമ്പോൾ കേട്ടോ നല്ലൊരു എന്താ പറയുക, നല്ലത് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കുറേ വീണൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പൂവൊക്കെ. ഇത് അമ്പലത്തിന് ചുറ്റും ഓരോ മരങ്ങളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോഴും അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. അമ്പലത്തിന് ഈ ചുറ്റും കണ്ടോ ഇങ്ങനത്തെ ഒരു ഏരിയയിലാണ് കേട്ടോ. ആരുമില്ല, കാരണം എല്ലാവരും തൊഴുതു പോയി. 2:30 ആ ടൈമൊക്കെ ആയിട്ടോ. ഈ പൂവുണ്ടോ നല്ല നട്ടപ്പുറ വെയിലത്താണ്, പക്ഷെ ഇത് നിറയെ ഇങ്ങനെ പൂത്ത് കിടക്കുന്നു. അതുപോലെ തിരക്ക് കുറവാണ്. ഇപ്പം ഞങ്ങൾ നല്ലതുപോലെ വൈകി വന്ന കാരണം ഇവർ ആടിൻ്റെയൊക്കെ പൂജയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോഴാണ് കയറണം കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ഈ അമ്പലം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയുണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിലായാലും ചുറ്റിനും കുഞ്ഞു പ്രതിഷ്ഠകൾ ഓരോ ഗോപുരത്തിൻ്റെ രീതിയിൽ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ കയറി. പിന്നെ തമിഴ്നാട്ടിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പൂജാരികൾ നമുക്ക് ഭസ്മം നമ്മൾ നെറ്റിയിൽ വെച്ച് തരിക, അതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കും. പിന്നെ അമ്പലത്തിലാണെങ്കിലും മറ്റുള്ള സാധനങ്ങൾ ടച്ച് ചെയ്യാം. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ കുഞ്ഞുങ്ങളെ പോലും പൂജാരികൾ എടുക്കത്തില്ല. അവർ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനം ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടൻ ബിരിയാണിയാണ്. നമ്മളെപ്പോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന 3-4 പാർട്ടുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും ഇവിടെ വെച്ച് തന്നെയാണ് കറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് മെയിനായിട്ട് പൊങ്കലുണ്ട്. കാരണം നമ്മൾ എന്ത് വഴിപാട് ചെയ്താലും ഇവിടെ ഫസ്റ്റ് ഉണ്ടാക്കുന്ന പൊങ്കലാണ്. നല്ല ടേസ്റ്റാട്ടോ പൊങ്കലിന് കേട്ടോ. അപ്പോൾ അതിന് ശേഷം മട്ടൻ ബിരിയാണി, അതുപോലെ മുട്ട റോസ്റ്റ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ മട്ടൻ്റെ തന്നെ ഗ്രേവി ഉണ്ടായിരുന്നു,
പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തന്നെയല്ല ഇവിടെ തന്നെ എല്ലാം ചെയ്യുമല്ലോ ചെയ്യണം. അപ്പോൾ അത് നല്ലതുപോലെ ടൈമായി, ഏകദേശം 2:30 കഴിഞ്ഞായിരുന്നു. ഞാൻ അമ്പലത്തിലും കയറി, ഞങ്ങൾ 2 മണി കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. പിന്നെ ഒരു 2:30 2:45 ഞങ്ങൾ ഭക്ഷണവും കഴിക്കുകയൊക്കെ ചെയ്തു. എല്ലാവരും ഫാമിലിയിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ സംസാരിച്ചു അങ്ങനെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യം എല്ലാവർക്കും അറിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ വീഡിയോ എടുക്കുമല്ലേ, അപ്പോൾ ഭക്ഷണം കഴിക്കണയൊക്കെ ഉൾപ്പെടുത്തണം, അപ്പോഴാണ് വീഡിയോ ഇത്തിരി കൂടി ഭംഗി ഉണ്ടാവുള്ളൂ. പക്ഷേ എനിക്കിങ്ങനെയൊക്കെ എടുക്കും. ഇനി വൈകുന്നേരമായപ്പോഴത്തേനും നല്ല രസമുണ്ടായിരുന്നു. അമ്പലത്തിൽ ഇപ്പോൾ പൂജയൊക്കെ തുടങ്ങി, അതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഇപ്പോൾ സൺലൈറ്റിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഞാനും സാധനയും കൂടി വന്നതാണ്. അപ്പം ഞങ്ങൾ ഓരോ സ്ഥലത്ത് വെച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഓരോ ഫോട്ടോയ്ക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. കൂടാതെ ഈ സൺലൈറ്റിൽ എടുക്കുമ്പോൾ പ്രത്യേക ഭംഗിയാണല്ലോ. ഹായ് ഗൈസ്, അപ്പോൾ ഇവിടെ വേറെ ഒരു കാര്യമാണ് കാണിച്ചു തരാം. ഈ അമ്പലത്തിൽ തൊട്ടി കിട്ടിയേക്കണം കാണിച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ തൊട്ടി കിട്ടിയേക്കുന്നുണ്ടോ? പിന്നെ ഈ അമ്പലം അപ്പം സന്ധ്യയ്ക്കുള്ള പൂജ തുടങ്ങിയെന്ന് തോന്നുന്നു. ഒച്ചേക്കുന്നുണ്ട് മണിയുടെ. അപ്പോൾ ഓക്കെ ഡാൻസർ നല്ല രസമുണ്ടല്ലേ? ഹായ്, നല്ല വെയിൽ പടുற மாதிரி ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. സംഭവമൊന്നും എനിക്കറിയില്ല. അമ്പലത്തിന് പുറത്താണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. വണ്ടി, കുതിര, പല രൂപങ്ങളും വെച്ചിട്ടുണ്ട്. അതെന്താണ് എന്നൊന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് ഇവിടെ വന്നപ്പോഴത്തേനും ഒരു ഭംഗി കണ്ടു, അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുക. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 4 ദിവസം നല്ലോണം മധുരം കഴിക്കുന്നുണ്ട്. അതുപോലെ നല്ല ഫുഡായിരുന്നു. ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 5:30 എൻ്റെ ഇനിയുള്ള പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇപ്പോൾ എനിക്ക് കോയമ്പത്തൂരിൽ 11:40 ട്രെയിൻ ഉണ്ട്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6:30 ആകുമ്പോഴത്തേനും നമ്മൾ ഇവിടെ നിന്ന് പോകും കേട്ടോ. അമ്പലം കണ്ടോ, ഇവിടെയായിരുന്നു ഫുഡ് നമ്മൾ കഴിച്ചൊക്കെ. അപ്പുറത്ത് ഇവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇതാ അമ്പലം, അതാണ് അമ്പലം കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ട് ഒരു അമ്പലം. ഇത് ചെറിയൊരു അമ്പലമാണ്, ഇവിടെയാണ് വലിയൊരു അമ്പലം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് വലിയ അമ്പലം. ആ വലിയ അമ്പലത്തിൻ്റെ നേരെ മുൻവശത്താണ് ഈ ഹാളും ഒക്കെ ഉള്ളത്. ഈ ഫുഡ് ഉണ്ടാക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ. പിന്നെന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പോകാൻ എങ്ങനെ പോലും 2-2.5 മണിക്കൂർ. ഇപ്പോൾ 2 മണിക്കൂറും അതെന്നാണ് കാണിക്കുന്നത്. പക്ഷേ എന്നാലും ഒരു 2.25-2.5 മണിക്കൂർ എടുക്കും. അപ്പോൾ കുഴപ്പമില്ല, കുറച്ച് നേരം റെയിൽവേയിൽ വെയിറ്റ് ചെയ്യാം ട്രെയിൻ വരുന്നവരെ. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എൻ്റെ എല്ലാ സാധനവും എടുത്തിട്ടുണ്ട്. കാറിൽ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും സാധനം എടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല. 2 ആഴ്ച ഒന്നും കൂടി വന്നാൽ നമുക്ക് സ്റ്റോക്ക് കുറേ സാധനങ്ങൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ ഓർണമെൻറ്റ്സിൻ്റെ അതിൽ മേടിക്കണം. നമ്മുടെ ഓർണമെൻറ്റ്സിൻ്റെയും മേടിക്കണം. അതുപോലെ സ്കിൻ കെയറിൻ്റെയും ഇൻഗ്രീഡിയൻസൊക്കെ കുറേ മേടിക്കാൻ. അതിൻ്റെ ടിന്നൊക്കെ തീർന്നു, ഒരുപാട് പുതിയ ടിന്നൊക്കെ നോക്കണം. അപ്പോൾ അത് കാരണം എന്നാലും 2 ആഴ്ച കഴിയുമ്പോൾ വരും. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.